ഡാവിഞ്ചി റിസോൾവിൽ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എഡിറ്റിംഗ് ലാഗ് ആയി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഒരു പരിപാടി എന്ന് പറയുന്നത് എന്താണ്? പ്രോക്സി മീഡിയ ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി തൊട്ട് പ്രോക്സി മീഡിയ ജനറേറ്റ് ചെയ്യുമ്പോൾ ഇതുപോലെയാണോ ചെയ്യുന്നതെന്നൊന്ന് നോക്കിക്കോണേ. ആദ്യം തന്നെ സെറ്റിംഗ്സിലേക്ക് പോവുക. പോയി കഴിഞ്ഞാൽ ഇവിടെ മാസ്റ്റർ സെറ്റിംഗ്സ് ഉണ്ടല്ലോ, അതിൽ താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ ഒപ്റ്റിമൈസ്ഡ് മീഡിയ ആൻഡ് റെൻഡർ ക്യാഷ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അവിടെ പ്രോക്സി മീഡിയ റെസൊല്യൂഷൻ എന്നുള്ളതിൽ ചൂസ് ഓട്ടോമാറ്റിക്കലി എന്നുള്ളതായിരിക്കും കിടക്കുന്നത്. നിങ്ങളുടെ കമ്പ്യൂട്ടർ നല്ല രീതിയിൽ ലാഗ് ആണെന്നുണ്ടെങ്കിൽ ഇത് അവിടെ ചേഞ്ച് ചെയ്തിരിക്കണം. ഓക്കെ, അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒറിജിനൽ, ഹാഫ്, ക്വാർട്ടർ, 8th, 16th ഇങ്ങനെ ഓപ്ഷൻസ് കാണാം. ഇതിൽ ചൂസ് ഓട്ടോമാറ്റിക്കലാണ് കിടക്കുന്നതെങ്കിൽ നിങ്ങളുടെ കമ്പ്യൂട്ടർ കുറച്ച് ലാഗാണെങ്കിൽ ഹാഫ് ചൂസ് ചെയ്യാം. ഇപ്പോൾ ഒരു പക്ഷേ നല്ല ലാഗാണ്, ഭയങ്കര ലാഗാണ്, എഡിറ്റ് ചെയ്യാനേ പറ്റുന്നില്ല, അങ്ങനെ ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്വാർട്ടർ എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര എക്സ്ട്രീം ലാഗാണ്, ഒരുപാട് ബുദ്ധിമുട്ടാണ്, അനങ്ങുന്ന പോലും ഇല്ല, അങ്ങനത്തെ ഒരു ഫീൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ 8th അല്ലെങ്കിൽ 16th എന്നുള്ള ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ക്വാർട്ടർ ചൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. അടുത്തത് പ്രോക്സി മീഡിയ ഫോർമാറ്റ് ആണ്. ഇവിടെ കിടക്കുന്നത് പ്രോറസ് 422 HQ എന്നുള്ളതാണ്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറേ ഓപ്ഷൻസ് വരും. ഇതിൽ ബെറ്റർ ഓപ്ഷനാണ് ഇപ്പോൾ ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത്. ഒരു പക്ഷേ നിങ്ങൾ ഉപയോഗിക്കുന്നത് ഇപ്പോൾ സ്റ്റുഡിയോ വെർഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാണുന്ന 44 അല്ലെങ്കിൽ 44 HQ ഇതിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇത് നോർമൽ, ഇപ്പം നിങ്ങളൊരു ഫ്രീ വെർഷനൊക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇത് തന്നെ ധാരാളമാണ് കേട്ടോ. അപ്പോൾ ഇത് ചൂസ് ചെയ്യുന്നതാണ് എപ്പോഴും ബെറ്റർ. എന്നിട്ട് സേവ് ക്ലിക്ക് ചെയ്യുക. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നോർമലി നമ്മൾ ചെയ്യുന്നത് പോലെ ഏതൊക്കെ വീഡിയോ ആണോ നമുക്ക് പ്രോക്സി ജനറേറ്റ് ചെയ്യേണ്ടത് ആ വീഡിയോസ് മൊത്തം ഒന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം ആ വീഡിയോയിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ പ്രോക്സി മീഡിയ എന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ജനറേറ്റ് പ്രോക്സി മീഡിയ എന്നുണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യുക. കുറച്ച് ടൈം എടുക്കും ജനറേറ്റ് ആവാനായിട്ട്. നിങ്ങൾ എത്രമാത്രം വീഡിയോ സെലക്ട് ചെയ്തോ അത്രയും ടൈം ഇവിടെ ഉണ്ടാവും കേട്ടോ. പ്രോക്സി ജനറേറ്റ് ആയി കഴിഞ്ഞാൽ ഇവിടെ ആ ഒരു പ്രോക്സി മീഡിയാസിന്റെ മുകളിലായിട്ട് ഒരു PXY എന്ന് പറയുന്ന ഒരു ലേബൽ വരും. ഇങ്ങനെ ഒരു ലേബൽ കണ്ടില്ല എന്നുണ്ടെങ്കിൽ നേരെ ഈ ഒരു പ്രിവ്യൂ വീഡിയോയുടെ മുകളിൽ വന്നിട്ട് ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാവും. ഒരു പക്ഷേ ഇവിടെ ഡിസേബിൾ ആയി കിടക്കുവാണെങ്കിൽ ഇത് കാണിക്കില്ല. അവിടെ ഈ പ്രിഫേർഡ് പ്രോക്സീസ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. പ്രോക്സി ജനറേറ്റ് ചെയ്യാതെ തന്നെ ചെറിയ രീതിയിലുള്ള ലാഗേ ഉള്ളൂവെങ്കിൽ നമ്മൾ ഇങ്ങനെ ചെയ്താൽ മതി. ഇവിടെ പ്ലേ ബാക്കിൽ വന്നു കഴിഞ്ഞാൽ ടൈം ലൈൻ പ്ലേ ബാക്ക് റെസൊല്യൂഷൻ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്തിട്ട് ഫുൾ ആയിരിക്കും. അത് നമ്മൾ ഹാഫ് അല്ലെങ്കിൽ ക്വാർട്ടർ ആക്കി കൊടുക്കുക. അങ്ങനെ ആക്കി കഴിഞ്ഞാൽ നമ്മളിവിടെ പ്രിവ്യൂ കാണുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി ചെറിയ രീതിയിൽ കുറഞ്ഞത് കണക്ക് തോന്നും. പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്താലും നിങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ഒറിജിനൽ ക്വാളിറ്റി ഏതാണോ ആ ക്വാളിറ്റി തന്നെ എക്സ്പോർട്ട് ആവും. വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.